CK വിജയൻ കൂടി ചേരുന്നുണ്ട്. CK, ഈ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്, അവിടെ പൂട്ടി സീൽ ചെയ്തിട്ടുണ്ട്. അന്വേഷണം എങ്ങനെയായിരിക്കും ഇനി മുന്നോട്ട് പോവുക, ആരുടെ നേതൃത്വത്തിലാണെന്ന് അറിയണം. അതിനപ്പുറത്തേക്ക് ഈ മരണം സംഭവിച്ചു എന്നുള്ളത് അത്യന്തം ഗൗരവതരമായിട്ടുള്ള ഒരു വിവരമാണ്. ഈ ടി സിദ്ദിഖ് MLA പറയുന്നതിനപ്പുറത്തേക്ക് ആരെങ്കിലും ഇത്തരത്തിലുള്ള ആരോപണം മുന്നോട്ട് വെക്കുന്നുണ്ടോ? ഇതിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ 4 മൃതദേഹം മോർച്ചറിയിലുണ്ട്. ഈ 4 മൃതദേഹം അല്ലെങ്കിൽ 4 മരണം എങ്ങനെ ഉണ്ടായി എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരം ഇപ്പോൾ നമ്മുടെ കയ്യിലില്ല. സ്വാഭാവികമായും ഈ മാറ്റത്തിൻ്റെ ഇടയിൽ മരണം സംഭവിക്കാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ്. കാരണം അത്തരത്തിൽ അത്യാസന്ന നിലയിൽ കഴിയുന്ന രോഗികളാണ് ഈ കാഷ്വാലിറ്റിയിലും അതോടൊപ്പം തന്നെ അതിനനുബന്ധമായ മറ്റ് വെന്റിലേറ്റർ സൗകര്യത്തോട് കിടക്കുന്ന മറ്റ് സ്ഥലങ്ങളിലുമെല്ലാം തന്നെ ഉള്ളത്. ഇവരെയാണ് പൊടുന്നതിന് തന്നെ യാതൊരു സംവിധാനവും ഇല്ലാതെ യാതൊരു മുന്നൊരുക്കവും ഇല്ലാതെ മാറ്റേണ്ടി വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും മരണം സംഭവിച്ചിരിക്കാം. പക്ഷേ ഇതേക്കുറിച്ച് ഇപ്പോൾ നമുക്ക് അതിൻ്റെ കാരണം സംബന്ധിച്ച് പൂർണ്ണമായ വ്യക്തത ഇപ്പോൾ നമ്മൾ വന്നിട്ടില്ല. അതുകൊണ്ടാണ് അത് സംബന്ധിച്ച് കൃത്യത പറയാത്തത്. അത് ചില ആരോപണങ്ങളായി പലരും ഈ ക്യാമ്പസിനകത്ത് തന്നെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് തന്നെ പലരും തന്നെ പറയുന്നുണ്ട്. അതൊരു പക്ഷേ നാളെ രാവിലെയോടുകൂടി ഇത് സംബന്ധിച്ച് സ്ഥിരീകരണം വരും. പക്ഷേ അതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യമായി എനിക്ക് തോന്നുന്നത് ഇത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ഇത്രയും വലിയൊരു കാഷ്വാലിറ്റിയാണ്, ഈ ബ്ലോക്കാണ്. ഇത് നാളെ എന്ത് ചെയ്യും എന്നതിനെക്കുറിച്ചായിരിക്കും. അപ്പോൾ ഇവിടെ മറ്റ് ജില്ലകളിൽ നിന്നെല്ലാം തന്നെ രോഗികൾ വരും. അത്തരത്തിൽ വരുന്ന രോഗികളെ നാളെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഈ കാഷ്വാലിറ്റി ഇല്ലാത്തതിന് പകരം സംവിധാനം എന്താണെന്നാണ് ഇത് സംബന്ധിച്ച് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ പഴയ കാഷ്വാലിറ്റി, അതായത് ഈ കഴിഞ്ഞ ഇത് മാറ്റുന്നതിന് മുൻപേ വരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാഷ്വാലിറ്റി നാളെ രാവിലെ ആകുമ്പോഴേക്കും പ്രവർത്തന സജ്ജമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ്. അതാണ് ഒരു സംവിധാനം. രണ്ടാമത്തെ സംവിധാനം കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലുണ്ട്, അതായത് കോഴിക്കോട് ബീച്ചിന് സമീപത്തുള്ള ബീച്ച് ഹോസ്പിറ്റൽ. ഈ ബീച്ച് ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റി നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് അത്തരത്തിൽ പകരമായി 2 സംവിധാനങ്ങളാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. ഈ 2 സംവിധാനങ്ങൾ കൊണ്ട് ഒന്നും തന്നെ ഇപ്പോൾ മതിയാവില്ല എന്ന കാര്യം ഉറപ്പാണ്. അത് എങ്കിൽ കൂടിയും ഇങ്ങനെ ഒരു അപകടം ഉണ്ടായ സാഹചര്യത്തിൽ ഈ 2 കാഷ്വാലിറ്റികളും പ്രവർത്തിപ്പിക്കാനുള്ള ശ്രമം നാളെ നടത്തുന്നുണ്ട്. അതുമാത്രമല്ല, അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ 34 പേരാണ് ഇവിടെ നിന്നും മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതേ ആശുപത്രിയിലെ മറ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്ര പേർ മാറ്റിയെന്നതിൻ്റെ കൃത്യമായ കണക്ക് ഇപ്പോൾ തയ്യാറായി വരുന്നതേ ഉള്ളൂ. ഏതായാലും ഏറ്റവും വേഗം ഏറ്റവും പെട്ടെന്ന് തന്നെ ഈ കാഷ്വാലിറ്റിയുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് പ്രവർത്തിപ്പിക്കാനുള്ള സംവിധാനം കൈക്കൊള്ളുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനനുസരിച്ചുള്ള ഒരുക്കങ്ങൾ ഇവിടെ നടത്തുന്നുമുണ്ട്. അതാണ് മറ്റൊരു ആശങ്ക. ഇനി എന്തു ചെയ്യും, ഇനിയുള്ള പ്രവർത്തനങ്ങൾ എന്നുള്ളതാണ്. നാളെ ഓപ്പറേഷനുള്ള ഒരു രോഗി ഉൾപ്പെടെ നേരത്തെ നമ്മളോട് സംസാരിച്ചിരുന്നു. അങ്ങനെ ഒരുപാട് പേരുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയാണ്, അത്രയും ആളുകൾ ആശ്രയിക്കുന്നതാണ്. അപ്പോൾ നാളത്തെ പ്രവർത്തനം ഒക്കെയും എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ ഒരു വലിയ ചോദ്യചിഹ്നമായി തന്നെ നിലനിൽക്കുകയാണ്. CK, ഇപ്പോൾ അവിടുത്തെ പൂർണ്ണമായിട്ടും ഈ പുകയൊക്കെ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കി കഴിഞ്ഞോ? തീർച്ചയായും. കാരണം അത് സംബന്ധിച്ച ആശങ്കകളൊന്നും തന്നെ നിലനിൽക്കുന്നില്ല. പൂർണ്ണമായും ഇതിൽ ഇവിടെ നിന്ന് ആൾക്കാരെ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ ഇടതുഭാഗത്തുള്ള ഈ കാഷ്വാലിറ്റിയിലേക്കുള്ള എൻട്രി തടഞ്ഞിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന പുക ഏതാണ്ട് നീക്കി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം ഇത് പുകയാണ്, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഈ ഇലക്ട്രിക് ഉപകരണങ്ങൾ കത്തിയും മറ്റും ഉണ്ടായ പുകയാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സമയമെടുക്കും അത് പൂർണ്ണമായി മാറ്റുന്നതിന് വേണ്ടി. എന്തായാലും ഇപ്പോൾ നേരത്തെ നമ്മൾ വരുമ്പോൾ ഒരു അരമണിക്കൂർ മുന്നേ ഉള്ള അവസ്ഥയിൽ നിന്ന് മാറി ഇപ്പോൾ അത്ര വലിയ മണം അല്ലെങ്കിൽ ഗന്ധം ഇപ്പോൾ ഇതിൻ്റെ പ്ലാസ്റ്റിക്കും മറ്റും കത്തിയതിൻ്റെതില്ല. ഈ മേഖലയിലെ പുക ഏതാണ്ട് തന്നെ എടുത്ത് മാറ്റാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഫയർഫോഴ്സും മറ്റും ഉള്ള പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. നാളെ ഒരുപക്ഷെ ഇതിനേക്കാളും കൂടുതൽ സജ്ജീകരണങ്ങളും കൂടി അവർ അത് പൂർണ്ണമായും പരിഹരിക്കും. പക്ഷേ ചില കാര്യങ്ങൾ പൂർണ്ണമായും ഇവിടെ നിന്ന് നീക്കുന്നതിന് വേണ്ടി ചില തടസ്സങ്ങളുണ്ട്. കാരണം അത് അന്വേഷണത്തിന് ആവശ്യമായ തെളിവുകൾ കൂടി ശേഖരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രാഥമികമായ അന്വേഷണത്തിൻ്റെ ഡാറ്റകൾ കളക്ട് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ അതിൻ്റെ തെളിവുകൾ കളക്ട് ചെയ്തതിന് ശേഷമായിരിക്കും ഇത് പൂർണ്ണ
പൂർണ്ണമായും നീക്കം ചെയ്യുക, അല്ലെങ്കിൽ കത്തിയതും അതോടൊപ്പം തന്നെ ഉരുകിയതുമായ കാര്യങ്ങളെല്ലാം തന്നെ നീക്കം ചെയ്യുക. അത് പൂർണ്ണമായും ഇപ്പോൾ നീക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും എന്തുകൊണ്ട് സംഭവിച്ചു എന്നതിൻ്റെ ഉത്തരം കിട്ടാതെ വരും. അതുകൊണ്ട് അന്വേഷണത്തിന് വേറെ രീതിയിൽ പ്രതികൂലമായി ബാധിക്കും. കാരണം അതിൻ്റെ തെളിവുകൾ നഷ്ടപ്പെടാൻ കൂടി സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏതായാലും പ്രധാനപ്പെട്ട ആദ്യത്തെ പരിഗണന ഇവിടുത്തെ മനുഷ്യജീവനാണ്. അത് ഏതാണ്ട് പരിഹരിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് എല്ലാവരെയും തന്നെ മാറ്റിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ളത് അന്വേഷണം ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ നാളെ മുതൽ വരുന്ന ഈ രോഗികളെ, അല്ലെങ്കിൽ ഈ നമ്മൾക്കിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന് ശേഷം വരുന്ന രോഗികളെ, ഗുരുതരാവസ്ഥയിൽ വരുന്ന രോഗികളെ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അത് പൂർണ്ണ സജ്ജമാകണമെങ്കിൽ അതിന് കുറേ കൂടി സമയമെടുക്കും. പക്ഷേ എങ്കിൽ കൂടിയും പഴയ കാഷ്വാലിറ്റി പുനരുജ്ജീവിപ്പിക്കുന്നു, അത് ആക്ടിവേറ്റ് ചെയ്യുന്നതിനുള്ള ശ്രമം നടത്തുന്നു. ബീച്ച് ഹോസ്പിറ്റലിലേക്ക് ആൾക്കാരെ, പുതിയ കാഷ്വാലിറ്റി വരുന്നവരെ അങ്ങോട്ട് തിരിച്ചുവിടുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു. അവിടത്തേക്ക് കൂടുതൽ